ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ബിരിയാണി ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ബിരിയാണി ഷേക്ക് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു ബിരിയാണി പോലത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും എന്ന് നിങ്ങളുടെ മനസ്സിലെന്ന് എനിക്കറിയാം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ബിരിയാണി ഷേക്കിൽ എന്തൊക്കെ ഇട്ടാണ് നമ്മൾ ഈ ബിരിയാണി ഷേക്ക് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ തുടർന്നിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് വരാം. ബിരിയാണി ഷേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഓരോ സാധനങ്ങൾ പറയാം. ഇത് ഒരു 5 പിസ്ത എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, ബദാം, പിന്നെ ടൂറ്റി ഫ്രൂട്ടിൻ്റെ റെഡ് കളർ എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്, കുറച്ച് ചോക്കോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പല കളർസിലുള്ള കുറച്ച് ഷുഗർ ക്യാൻഡീസ് എടുത്തിട്ടുണ്ട്. ഇത് 3 ഷുഗർ ക്യാൻഡീസാണ്. ഇത് കഴിഞ്ഞ് ചോക്കോ ചിപ്സ്, പിന്നെ ഇത് ചോക്കോ ചിപ്സും വൈറ്റ് ചോക്ലേറ്റും ബ്ലാക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ചോക്കോ ചിപ്സാണ്. ഇത് നമ്മുടെ കപ്പലിന് മിഠായി പൊടിച്ചെടുത്തിരിക്കുകയാണ്. അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, പിന്നെ കോൺഫ്ലെക്സ്, പിന്നെ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പുമാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ബിരിയാണി ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് മിക്സ് ചെയ്ത് തുടങ്ങാം. മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഈന്തപ്പഴം ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. ഞാനിപ്പോൾ സീഡ്ലെസ് ഡേറ്റ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് പാലിൽ ഒഴിച്ച് കുതിർത്ത് വെക്കണം. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഈന്തപ്പഴം പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്നൊരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ആവണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ചെറിയും കൂടെയൊക്കെ ഇട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത്. ഈന്തപ്പഴം പാലിൽ കുറച്ച് ഇരുന്ന് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നന്നായിട്ട് അടിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പാലിലിട്ട് കുറച്ചേരം അതൊന്ന് കുതിർത്ത് വെച്ചത്. അതിന് ശേഷം കുറച്ച് ചെറി ഇട്ട് കൊടുത്തു. ഞാൻ ഒരു 8-9 ചെറി ഇട്ട് കൊടുത്തു. കുറച്ച് പഞ്ചസാര, ഞാനിപ്പോൾ ഒരു 1 ലിറ്റർ പാലാണ് ഇതിൽ ഒഴിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും അതിനനുസരിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിൽ പാൽ ഒഴിക്കണം. ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് കപ്പലണ്ടി ഇട്ടു, കുറച്ച് ഇട്ടു, 4-5 കപ്പലണ്ടി ഇട്ടു. കുറച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ഒഴിക്കുന്നു. ഇതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലെക്സ് ഇട്ടു. ഒരു 4 അണ്ടിപ്പരിപ്പ് ഇട്ടു. വീണ്ടും കുറച്ച് കപ്പലണ്ടി ഇട്ടു. ഇനി കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇതിൻ്റെ മുകളിൽ ഇട്ടു. അടുത്തത് കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഇട്ടു. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും പതുക്കെ നമ്മൾ കുറച്ച് ഷേക്കും കൂടെ ഒഴിക്കുന്നു. ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും കുറച്ച് കോൺഫ്ലെക്സ് ഇട്ടു. ഇതിൻ്റെ മുകളിൽ ഒരു 2 ചെറി ഇട്ടു. ഒരു 3-4 ചോക്കോസ് ഇട്ടു. കുറച്ച് ടൂറ്റി ഫ്രൂട്ടി ഇട്ടു. കുറച്ച് ഗ്രീൻ ടൂറ്റി ഫ്രൂട്ടി ഇട്ടു. കുറച്ച് ഉണക്കമുന്തിരി ഇട്ടു അതിൻ്റെ മുകളിൽ. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കോൺഫ്ലെക്സും കൂടെ ഇട്ടു. ഇതിൻ്റെ മുകളിൽ നമ്മൾ 2 ബദാം വെച്ച് കൊടുത്തു. ഇതിൻ്റെ മുകളിൽ ഒരു 2-3 ചോക്കോസും കൂടെ നമ്മളിട്ടു. ഇതിൽ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇതിൻ്റെ മുകളിലിട്ടു. ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും 2 ചെറി വെച്ച് കൊടുത്തു. ഒരു 2 ബദാം വെച്ച് കൊടുത്തു. വീണ്ടും കുറച്ച് കോൺഫ്ലെക്സ് അതിൻ്റെ മുകളിൽ വെച്ചു. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്കോസും കൂടെ ഇട്ടു. കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോക്കോസ് ഇട്ടു. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ഷുഗർ ക്യാൻഡീസ് ഇട്ട് കൊടുത്തു. ഇത് ബ്ലാക്ക് കളർ കുറച്ച് കളേർഡ് ബോൾസ് കുറച്ച്. ഇതിൽ കുറച്ച് പിസ്ത നമ്മളിതിൽ പൊട്ടിച്ചിടുകയാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഷേക്കും കൂടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കുന്നു. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷേക്കും കൂടെ ഒഴിക്കുന്നു. നമ്മുടെ ബിരിയാണി ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഡിഷാണ്, നല്ലൊരു ഷേക്കാണ്. അപ്പോൾ ഇത് എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റ, ബൈ ബൈ.